ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതൊരു മോർണിംഗ് ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ഭാഗം എടുക്കാമെന്ന് വെച്ച് ആണ്. ഒരുപാട് വെറുപ്പിക്കേണ്ടായിരുന്നു, കാരണം ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗെറ്റ് റെഡി ആണ് നിങ്ങൾ കാണുന്നത്. ഒരു നൈസ് ചെറുതായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. ഇതിന് ഞാൻ ഇടുമെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഇട്ട കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഇത് അജിയോന്ന് എടുത്തതാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. റെഡിയായി കാറിൽ കയറിയപ്പോഴാണ് ഈ ഗ്ലാസ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ജിത്തുവിൻ്റെ ഗ്ലാസ്സാണ്. എനിക്ക് നല്ല പോലെ ചിരുന്ന പോലെ എനിക്ക് നല്ല ആത്മസംതൃപ്തി തോന്നിയിട്ട് ഞാൻ ഇട്ട് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷെ അവൻ എനിക്ക് തരില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാമല്ലോ. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസ്. അപ്പോൾ ഞാൻ അമ്മേനും ജിത്തുവിനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വന്നു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ബൈ ദ വേ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ചില്ലറ പരിപാടികളുണ്ട്. അതൊന്നും തീർക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമ്മേനക്ക് അങ്ങനെ നമ്മൾ വാവാസ് മാൾ എത്തി. ഇവിടെ വന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കാം. എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു, ത്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജാംസൂം ഉണ്ട്, അവിടെ പോയി ഷോപ്പ് ചെയ്യാം. ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കയറിയത് ലിൻഡാസിലേക്കാണ്. പെരിന്തൽമണ്ണയുള്ളവർക്കൊക്കെ അറിയായിരിക്കും ലിൻഡാസ്. അപ്പോൾ വാവാസ് മാളിലെ ലിൻഡാസിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്നു. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ബോറടിച്ചിരുന്ന് വീഡിയോസ് എടുത്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ജാംജൂമിൽ പോകാൻ പോവാണ്. കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറച്ച് ഷോപ്പിംഗ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ജാംജൂമിലേക്ക് വെച്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ തുടങ്ങി. വലുതായിട്ടൊന്നുമില്ല കേട്ടോ, വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ്. അതായത് ഈ ഫ്ലോർ ക്ലീനിങ് വാഷിംഗ് മെഷീനിലൊക്കെ ഇടാൻ പറ്റുന്ന ലിക്വിഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനാണ്. ഇവിടെ കുറേ ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് നോക്കുന്നത്. എൻ്റെ അമ്മ എന്തോ കണ്ട ആരെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അയ്യോ, മറ്റേ ബിന്ദു പണിക്കരില്ല അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് ഓടുന്നു, ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇപ്പം ഞാനിവിടെ സ്ക്രഞ്ചീസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇവിടെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാമല്ലോ. ഇപ്പം ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെയൊക്കെ. അതേപോലെ കുറേ ഒരു സെക്ഷൻ മുഴുവൻ നമുക്ക് ഇഷ്ടമുള്ള കുറേ സംഭവങ്ങൾ കിട്ടും. വേറൊരു ഫാൻസി സ്റ്റോർ ചെന്ന് നമ്മൾ ചേച്ചി അതെടുക്കുമോ ഇതെടുക്കുമോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിനാണ്. പിന്നെ എനിക്കിങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ പിന്നാലെ ഒരാൾ വന്നിട്ട് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ അതെടുത്ത് തരാണെങ്കിൽ കൂടെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുക്കുക, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനാണ് എനിക്കിഷ്ടം. അതേപോലെ തന്നെ അവരും വല്ലാണ്ട് നമ്മുടെ എല്ലാറ്റിലും ഇങ്ങനെ പിന്നാലെ നടന്നൊന്നും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജാംജൂമിൻ്റെ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ മേലെയുള്ള ഫ്ലോറിൽ ഇതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പ്ലേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവാണ്. ഈ ട്രേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാനിങ്ങനെ നോക്കി കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ അയൺ ബോക്സ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് കണ്ടു. എനിക്ക് ഹോസ്റ്റൽ യൂസിനായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തു. അതേപോലെ അമ്മ ഇൻഡക്ഷൻ കുക്കർ നോക്കാനായിരുന്നു വന്നത്, അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, മീൻസ് കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ പ്രോഡക്റ്റിൽ നിന്ന് ഓരോ കംപ്ലയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഓരോന്നൊക്കെ ഒരു ടിപ്സൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ വാഴയില പ്ലേറ്റ്. എൻ്റെ അമ്മ ഇതിനാണ് മെയിനായിട്ട് വന്നത്. ആദ്യം തന്നെ ആ സെക്ഷനിലേക്ക് ഓടിയിട്ടാണ് എൻ്റെ വാഴയില പ്ലേറ്റ് നോക്കിക്കൊണ്ടിരുന്നു. ചൂടെടുത്തിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അഴിച്ചിട്ട് കാർക്കൂന്തലൊക്കെ മേലെ കൂട്ടി കെട്ടി വെച്ചു, കാരണം അത്രയും ചൂടായിരുന്നു പുറത്ത്. പിന്നെ ഉള്ളിൽ കയറി ഇരുന്നപ്പോഴാണ് സമാധാനമായത്. അപ്പോഴേക്കും ജിത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം മതിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ. எண்ணி பார்க்கையில் கவிதை கொண்டது, அதை எழுத
ഒരുപാട് പാടിയ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പോർഷൻ പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്യാണ്. എനിക്കിങ്ങനെ വന്നിരിക്കുക, എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കാനാണ് ഇഷ്ടം. കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഒപ്പം പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ പാട്ടിന് കോപ്പിറൈറ്റ് അടിക്കുന്നല്ല കേട്ടോ, അതടിക്കില്ല, അതൊരിക്കലും അടിക്കില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് അടിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ പോർഷൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നിങ്ങൾ എൻ്റെ സംസാരം കുറച്ച് ഇപ്പോൾ പണ്ടത്തെ പാട്ടാണ്. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമല്ലേ ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പണ്ട് ഈ പാട്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ കമൽഹാസൻ്റെ സംസാരവും ആ ഒരു ഒറിജിനാലിറ്റി വോയിസിലൊക്കെ അത് ഞാനിങ്ങനെ സ്വന്തം ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുവാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് വെച്ചിട്ട് എൻ്റെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അഗെയിൻ നമ്മൾ കാറിനൊരു സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ജിത്തുവിന് എൻ്റെ വാട്ടർ ഗൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ മിറർ കണ്ട് വെറുതെ ഒരു വീഡിയോ എടുത്തു. വെയിൽ കൊണ്ടൊരു വഴി കഴിഞ്ഞു. എൻ്റെ അനിയന് 10 വയസ്സാകൊണ്ട് വാട്ടർ ഗൺ എടുക്കാൻ വന്നത്. പൊള്ളണടാ, ചൂട് ചൂട് ചൂട്. ഇത് ഞാനൊരു മോർണിംഗ് ഇൻ മൈ ഡേ ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ ഈ ഒരു പോക്ക് കണ്ടിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുണ്ട്. ഇന്ന് കുറച്ച് പരിപാടികളുള്ള ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഏതാടാ? വണ്ടി ഉണ്ട്, എന്ത് രസം കാണാൻ. ഒരു കാറ്, ഇങ്ങനെ ടോയ് കാറില്ലേ അതുപോലത്തെ കാറ്, ചെറുത് ഇരിക്കണം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ മുടിയൊക്കെ കെട്ടി വെച്ചിരുന്ന് അമ്മ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പോയില്ല, കാരണം എനിക്ക് മതിയായി, പുറത്തുനിന്ന് മതിയായി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരമായി. അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഭാഗമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. സാധനം എന്ന് പറഞ്ഞാൽ ഗൺ, ടോയ് എന്താ പറയുക സാധനം, വാട്ടർ ഗൺ, അത് വാങ്ങിച്ചു. ഇതെന്നെ ഞാൻ കാണിക്കട്ടെ. നിനക്ക് കണ്ടോട്ട് വീഡിയോകളൊക്കെ കേറിയിട്ട് യൂട്യൂബിൽ കയറാം. നേരത്തെ കാണിച്ചത് അപ്പൊ നിന്റെ വീഡിയോ ഇല്ലേ അതില്? ഞാൻ വല്ല 1 മില്യൺ ഒക്കെ അടിച്ച് നീ എന്റെ വീഡിയോയില് വരില്ലേ? 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഒരു പുച്ഛാണ് ഗൈസ് എൻ്റെ അടുത്ത്. ആർക്കറിയാം, എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ട് എനിക്ക് ഒരു 1 മില്യൺ ഒക്കെ അടിച്ചാൽ. 483 സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇപ്പം ഇരിക്കുന്ന ഞാൻ ആണ് 1 മില്യൺ കഥ പറയണേ. എന്നാൽ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. നമ്മൾ കാർത്തിക് സൂര്യ പറയണ പോലെ ഡേ ടു ഡ്രീം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ അവിടെ വെച്ച് കാണാം. അങ്ങനെ അവിടെ നമ്മൾ നേരെ വിട്ടത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ഉച്ചയ്ക്ക് പ്രസാദം ഉണ്ടായിരുന്നു. അവരെനിക്ക് 2 പപ്പടം തന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരമായി. നമുക്ക് ശിവരാത്രിക്ക് അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാവുമായിരുന്നു ഞാൻ. വലിയ ടൈം ഉണ്ടായിരുന്നില്ല. 6 മണിക്ക് ഇറങ്ങണം. 5:30 കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എല്ലാം പോയി കുളിച്ച് റെഡിയാവാൻ വേണ്ടി തുടങ്ങിയത്. അമ്മയുടെ ഡ്രസ്സാണ് കേട്ടോ. കാരണം അമ്പലത്തിൽ പോകാൻ പറ്റിയ ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാവരും നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. എല്ലാം ഹോസ്റ്റലിലായിരുന്നു. അത് ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ശിവരാത്രിക്ക് നമുക്ക് സഹസ്രദീപം കൊളുത്താൻ വേണ്ടി പോവാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ നിർത്തുവാണ് കേട്ടോ. ഇപ്പം തന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 9 മണി ആവണേ ഉള്ളൂ, ആ ടൈം ആയിട്ടുണ്ടാവും. അല്ല, 9 മണി ആയിട്ടുണ്ടാവും. എത്തിക്ക് പറയണം. ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. അമ്പലത്തിൽ പോയ വലിയൊരു ഹാങ് ഓവറിലിരിക്കുകയാണ്. അമ്പലത്തിൽ പോണതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ ശിവരാത്രി ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പ്രഭാഷണം, പ്രസംഗം, ഇങ്ങനത്തെ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമുണ്ട്.
അത് സഹിക്കാനുള്ള എനർജി എനിക്കില്ല. കാരണം എനിക്ക് ഒന്നാമത് ക്ലാസ് ഒന്നും കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമല്ല. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് കടിച്ചപ്പൊട്ടാത്ത വാക്കുകളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു അരമണിക്കൂറൊക്കെ ഓക്കെ, 1.5 മണിക്കൂർ പ്രസംഗം കേട്ടിരിക്കും. എൻ്റെ വീട്ടുകാർക്കാണെന്ന് പ്രസാദം കഴിക്കാതെ വരാൻ പറ്റില്ല. അപ്പോൾ പ്രസാദം കിട്ടണമെങ്കിൽ പ്രസംഗം കഴിയണം. അത് വരെ വെയിറ്റ് ചെയ്ത് എന്തോ എനിക്ക് അറിഞ്ഞൂടോ. എന്നെ പോലെ കുറേ പേരുണ്ടായിരിക്കും അല്ലേ. ചിലർക്കൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഭക്തിമാർഗം പ്രഭാഷണമൊക്കെ നല്ലതാണെന്നൊക്കെ പറയും. ഒക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്കിഷ്ടമല്ല പ്രഭാഷണം കേട്ടോണ്ടിരിക്കാനൊന്നും. അതുകൊണ്ട് ഭയങ്കര ബോറടിയായിരുന്നു. ഉറക്കം തൂങ്ങി ഞാൻ അവിടെ ഒരു വഴിയായി. അതുകൊണ്ട് എൻ്റെ എല്ലാ എനർജിയും കൂടി പോയി ആ ഉറക്കം വന്നിട്ട്. അപ്പം ഞാനിനി ഫുഡ് കഴിക്കാനുണ്ടാവില്ല, അത് കഴിച്ചു അവിടെ നിന്ന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കിടന്നുറങ്ങും. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എപ്പോഴും പറയാത്തൊരു കാര്യമാണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.